നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ മതസമ്മേളനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുംഭമേള ആത്മീയവും സാംസ്കാരികവുമായ വലിയ പ്രാധാന്യമുള്ള ഒരു ഉത്സവമാണ് ഇത്. പൗഷ് പൗർണമി നാളിൽ ആരംഭിച്ച കുംഭമേളയിലെ പുണ്യസ്നാനത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ 4 നഗരങ്ങളിൽ ഇത് ആഘോഷിക്കപ്പെടുന്നു: പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക്, ത്രയംബകേശ്വർ. മറ്റ് കുംഭമേളകളെ അപേക്ഷിച്ച് പ്രയാഗ്രാജ് കുംഭമേള അതിവിശിഷ്ടമായാണ് കണക്കാക്കപ്പെടുന്നത്. ഷാഹി സ്നാനത്തിന്റെ ആദ്യഘട്ടം മകരസംക്രാന്തി നാളായ ജനുവരി 14-നായിരുന്നു. പാലാഴി കടഞ്ഞെടുത്ത അമൃതമായോടിയ ഇന്ദ്രന്റെ മകൻ ജയന്തൻ ഹരിദ്വാർ, നാസിക്, പ്രയാഗ്രാജ്, ഉജ്ജയിൻ എന്നീ സ്ഥലങ്ങളിൽ വിശ്രമിച്ചു. അമൃതകുംഭത്തിൽ നിന്ന് ഓരോ തുള്ളി അമൃത് ഈ സ്ഥലങ്ങളിൽ വീണു എന്നാണ് ഐതിഹ്യം. കുംഭമേള സമയത്ത് ഈ നദികളിലെ വെള്ളം അമൃതാകുമെന്നും ഈ സമയത്ത് പുണ്യനദിയിൽ സ്നാനം ചെയ്യുന്നവർക്ക് അനുഗ്രഹം ലഭിക്കുമെന്നുമാണ് പൊതുവെയുള്ള വിശ്വാസം. പാപങ്ങളെല്ലാം നീങ്ങി മോക്ഷത്തിലേക്ക് അടുക്കാൻ സഹായിക്കുമെന്നുമാണ് വിശ്വാസം. മഹത്തുക്കളും സന്യാസിമാരും ഭക്തരും നദിയിലെ പുണ്യജലത്തിൽ മുങ്ങി നിവരുന്ന ഷാഹി സ്നാൻ തന്നെയാണ് മഹാകുംഭമേളയുടെ ഏറ്റവും പ്രാധാന്യമുള്ള ആചരണം. ഹിമാലയ ഗുഹാഗഹുരങ്ങളിൽ എങ്ങോ വസിക്കുന്ന നാഗസന്യാസിമാരും അഘോരികളും കൂട്ടമായി ഇവിടേക്ക് എത്തും. ഈ സന്യാസിമാർ ശരീരം നിറയെ ഭസ്മം പുരട്ടി രുദ്രാക്ഷമണികൾ ധരിച്ച് ത്രിശൂലങ്ങൾ വഹിച്ചുകൊണ്ട് മന്ത്രോച്ചാരണങ്ങളോടെ സ്നാനഘട്ടങ്ങളിലേക്ക് വരുന്നത് അപൂർവ കാഴ്ച തന്നെയാണ്. ജ്യോതിഷപരമായ ഗ്രഹയോഗങ്ങൾ അനുസരിച്ചാണ് ഷാഹി സ്നാനിന്റെ സമയം നിർണയിക്കുന്നത്. ഓരോ തീയതിയും ജ്യോതിഷപരമായി പ്രാധാന്യമുള്ളതാണ്. ഏറ്റവും പ്രധാനം ഷാഹി സ്നാൻ ദിവസം മൗനി അമാവാസിയാണ്. ഇത് ഇക്കൊല്ലം ജനുവരി 29-നാണ്. മറ്റ് പ്രധാന സ്നാന തീയതികൾ ഈ വർഷത്തെ കുംഭമേളയിലെ പ്രധാന ദിവസങ്ങളും ഇവയാണ്. 2025 ജനുവരി 13-ന് പൗഷ് പൂർണിമ ഉത്സവം ആരംഭിക്കുന്ന തീയതി. 2025 ജനുവരി 14-ന് മകരസംക്രാന്തി, ആദ്യ ഷാഹി സ്നാനം, അതാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇതിനുശേഷം ഇനി ജനുവരി 29-ന് മൗനി അമാവാസി വരുന്നുണ്ട്. രണ്ടാം ഷാഹി സ്നാനം 2025 ഫെബ്രുവരി 3-നാണ്. ബസന്ത് പഞ്ചമി, മൂന്നാം ഷാഹി സ്നാനം നടക്കുന്നത് ഫെബ്രുവരി 12-നും. മാഘി പൂർണിമ സ്നാനം 2025 ഫെബ്രുവരി 26-ന് മഹാശിവരാത്രി സ്നാനം നടക്കും. ഇതാണ് ഉത്സവം അവസാനിക്കുന്ന തീയതിയും. 7 സന്യാസി അഖാരകളും 3 വൈരാഗി അഖാരകളും 3 ഉദാസി അഖാരകളും അടങ്ങുന്ന 13 അഖാഡകളുടെ മേധാവിമാരായ മഹാമണ്ഡലേശ്വരന്മാരുടെ നേതൃത്വത്തിലാണ് ഈ കുംഭമേള നടക്കുന്നത്. പൗഷപൂർണിമയിലെ പുണ്യസ്നാനം ഏറ്റവും പുരാതന അഖാഡയായ ജൂന അഖാഡയിലെ സന്യാസിമാരാണ് നിർവഹിക്കുന്നത്. തുടർന്ന് ഓരോ ദിവസവും ഓരോ അഖാരകളുടെ നേതൃത്വത്തിൽ പുണ്യസ്നാന ചടങ്ങുകൾ നടത്തും. ഇതിനായി പ്രയാഗ്രാജിൽ 15 കിലോമീറ്റർ നീളത്തിൽ നിരവധി സ്നാനഘട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. സനാതനധർമ്മത്തിന്റെ സംരക്ഷകരാണ് അഖാഡകൾ എന്നാണ് വിശ്വാസം. നാഗ് എന്നാൽ നഗ്നർ എന്നാണ് അർത്ഥം. കുംഭമേള സമയത്ത് മാത്രമേ ഇവർ ജനമധ്യത്തിലേക്ക് എത്താറുള്ളൂ. കൃത്യമായ ചിട്ടകളോടുകൂടിയ ജീവിതമാണ് ഇവരുടേത്. 2025-ലെ മഹാകുംഭത്തിൽ 12,000-ഓളം സന്യാസിമാരെ വിവിധ അഖാരകളിലായി നാഗസന്യാസിമാരാക്കും എന്നാണ് അറിയുന്നത്. ലൗകിക ബന്ധങ്ങൾ വെടിഞ്ഞ് മാതാപിതാക്കളുടെയും തങ്ങളുടെയും പിണ്ടദാനം നടത്തി സന്യാസിമാരായി മാറുന്ന അവർ നാഗന്മാരായി ഏകാന്ത ജീവിതമാണ് നയിക്കുന്നത്. ശരീരത്തിലെ ഓരോ രോമവും നീക്കം ചെയ്ത് പൂർവജന്മത്തിലെ മുഴുവൻ ബന്ധവും ഇവർ വിച്ഛേദിക്കുന്നു. സാധുവിന് ഒരു പുതിയ പേരും രഹസ്യമന്ത്രവും ലഭിക്കും. അഖാഡ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഉത്ഭവം, വിശാലത എന്നൊക്കെയാണ്. സമ്പൂർണ്ണ ഓർഗനൈസേഷൻ എന്നർത്ഥമുള്ള അഖണ്ഡ് എന്ന വാക്കിൽ നിന്നാണ് അഖാഡ എന്ന നാമം രൂപം കൊണ്ടത്. ശങ്കരാചാര്യരുടെ കാലത്താണ് അഖാഡകളുടെ പാരമ്പര്യം ആരംഭിക്കുന്നത്. ജൈന ബുദ്ധ മതങ്ങളുടെ അതിപ്രസരത്താൽ ഹിന്ദുമതം ശോഷിച്ച സമയം. അതിനാൽ അറിവ് പകർത്തുക എന്ന ദൗത്യത്തിന് പുറമെ വിദേശ ആക്രമണങ്ങളെ ചെറുക്കുന്നതിനുമായി സന്യാസിമാർ സ്വയം സംരക്ഷണത്തിനും സമൂഹത്തെ രക്ഷിക്കുന്നതിനും സ്ഥാപനങ്ങളും അവയുടെ സംരക്ഷണത്തിനുമായി ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള പരിശീലനത്തിന് തയ്യാറാകുന്നു. വടക്കൻ ഭാരതം മുതൽ ഗോദാവരി നദി വരെയുള്ള എല്ലാ വിഭാഗങ്ങളുടെയും സന്യാസിമാർ 13 സംഘങ്ങളായി തരംതിരിച്ചു. ഇത് 13 അഖാഡകൾ എന്ന് അറിയപ്പെട്ടു. പിന്നീട് ബ്രാഹ്മണ ക്ഷത്രിയ കുടുംബങ്ങളിൽ നിന്ന് കുട്ടികൾ അഖാഡകളായി എത്തി. തികഞ്ഞ അച്ചടക്കത്തിലും നിയമനങ്ങളും ഉള്ള ഒരു പ്രത്യേക ജീവിത ശൈലി തന്നെയാണ് ഇവർ പിന്തുടർന്നു വന്നത്. ഹിന്ദു രാഷ്ട്രീയ ശക്തികൾ ദുർബലമായതോടെ ഇസ്ലാമിക ഭരണ ആക്രമണകാരികൾ പല രാജ്യങ്ങളും ആക്രമിച്ചു.
ഈ രാജ്യങ്ങളെല്ലാം പല ഹിന്ദുത്വ രാജ്യങ്ങളും പിടിച്ചെടുത്തു. ഹിന്ദുക്കളായവർക്കെതിരെയുള്ള പലതരത്തിലുള്ള ആക്രമണങ്ങളും ആരംഭിച്ചു. ഈ സമയത്ത് സഹികെട്ട് ഭാരതത്തിലെ സന്യാസിമാരും അനുയായികളും ധർമ്മത്തെ സംരക്ഷിക്കാനായി മുന്നോട്ട് വന്നു എന്നാണ് പറയുന്നത്. നാഗവിഭാഗവും ദശനാമി നവോത്ഥാനികളും ഒത്തുചേർന്ന് ശക്തിയുടെ പ്രതീകമായ തൃശൂലത്തെ ആയുധമാക്കി അക്രമത്തെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചു. അവർ ഉയർന്ന ആധ്യാത്മിക സാധനകൾക്കും ഗ്രന്ഥപരിചയങ്ങൾക്കും ഒപ്പം തന്നെ ജിംനാസ്റ്റിക്സിലും വാളുകൾ പോലുള്ള വിവിധ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള പരിശീലനവും തുടർന്നു കൊണ്ടുപോകാൻ നിർബന്ധിതരായി. സന്യാസി സമൂഹത്തെയും ഹൈന്ദവ ധർമ്മത്തെയും രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ദശനാമി സമ്പ്രദായത്തിൽപ്പെട്ട സന്യാസിമാരും നാഗസന്യാസിമാരും ഏറ്റെടുത്തു. അതികഠിനമായ പരിശീലനത്തിലൂടെ ആയോധന കലയിലും യുദ്ധതന്ത്രങ്ങളിലും നാഗസന്യാസിമാർ അതീവ പ്രാവീണ്യം നേടി. 1666 ഹരിദ്വാറിലെ കുംഭമേളയിൽ സന്യാസിമാരെയും ഭക്തരെയും ഔറംഗസീബ് ആക്രമിച്ചിട്ടുണ്ട്. ആക്രമണത്തിന് സന്യാസിമാർ മറുപടി നൽകുകയും ചെയ്തു. മുഗൾ സൈന്യത്തിനെതിരെ സന്യാസിമാർ സംഘടിക്കുകയും അവരെ ഫലപ്രദമായി തന്നെ നേരിടുകയും ചെയ്തു. മുഗൾ സൈന്യം പരാജയപ്പെട്ടു. 1748 അഹമ്മദ് ഷാ അബ്ദാലിയുടെ ആക്രമണവും 1757 മഥുരയ്ക്കെതിരെയും ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1751 മുതൽ 1753 വരെ നാഗസന്യാസി രാജേന്ദ്രഗിരിയുടെ നേതൃത്വത്തിൽ 32 ഗ്രാമങ്ങളിൽ നിന്ന് മുഗൾ ഭരണം ഇല്ലാതാക്കിയ ചരിത്രവും നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട്. 1751 ഫറൂഖാബാദിലെ ബംഗാഷ് അഫ്ഗാൻ തലവൻ അഹമ്മദ് ഖാൻ പ്രയാഗിൽ ആക്രമണവും കൊള്ളയും നടത്തി 4000-ഓളം ഉയർന്ന ജാതിക്കാരായ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയിരുന്നു. ഇക്കാലത്ത് കുംഭമേളയ്ക്ക് വേണ്ടി ത്രിവേണി സംഘത്തിൽ തടിച്ചുകൂടിയ 6000 നാഗസന്യാസിമാർ ഒരുമിച്ചുകൂടി അഫ്ഗാൻ തലവന്റെ സൈന്യത്തെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോയ സ്ത്രീകളെ സന്യാസിമാർ മോചിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ ചരിത്രത്തിൽ നാഗസന്യാസിമാരുടെ സഹായങ്ങൾ ധാരാളം തന്നെ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. ആത്മീയമായ കഴിവ്, മാനസികമായ ധൈര്യം എന്നിവ കണക്കിലെടുത്താണ് ഒരു അഖാഡയിലെ സന്യാസിയുടെ സ്ഥാനം തീരുമാനിക്കുന്നത്. കർശനമായ അച്ചടക്കം അഖാഡയിൽ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഉത്തരവുകൾ അനുസരിക്കാത്ത സന്യാസിമാർക്ക് കഠിനമായ ശാരീരികമായ ശിക്ഷ നൽകുകയും ചെയ്യും. ഓരോ അഖാഡയിലും മഹാമണ്ഡലേശ്വർ, മണ്ഡലേശ്വർ, മഹാന്ത് എന്നിവരുടെ ഒരു ശ്രേണി തന്നെ ഉണ്ട്. വളരെ എളിയവരും ബുദ്ധിമാനും പരമഹംസയിലെത്തിയ ബ്രാഹ്മണിഷ്ഠ സന്യാസിമാർക്കും ഈ സ്ഥാനപ്പേരുകളാണ് നൽകിയിട്ടുള്ളത്. അഖാഡകൾക്കും നാഗർക്കും വസ്ത്രമില്ലാത്തതിന്റെ പേരിൽ കുംഭമേളയെ പരിഹസിക്കുന്നവരും ധാരാളമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഇവരുടെ ജീവിത രീതിയുടെ ഭാഗമാണ്. കഠിനമായ സാധനയിലൂടെ തന്നെയാണ് ഇവർ ഓരോരുത്തരും ജീവിക്കുന്നത്. അഘോര സന്യാസത്തിലേക്ക് പ്രവേശിക്കുന്ന ആളിന് 6 മുതൽ 12 വർഷം വരെ നീളുന്ന കഠിന സാധനകളാണ് അഭിമുഖീകരിക്കേണ്ടത്. പിന്നീട് ബ്രഹ്മവാദം, കാലവാദം, നിയുക്തവാദം, ശക്തിവാദം മുതലായ മന്ത്രതന്ത്ര വിദ്യകൾ സ്വായത്തമാക്കുന്നതിനോടൊപ്പം തന്നെ സന്യാസതലത്തിലെ ബ്രഹ്മചര്യ, അവധൂത തലങ്ങളിൽ തുടങ്ങി മുകളിലേക്ക് പല സ്ഥാനങ്ങൾ കൈവരിച്ചാണ് ഇവർ അഘോരികളായി മാറുന്നത്. അവസാനം ചിരസമാധി വരെ എത്തുന്ന സത്യ ജീവിതചക്രമാണ് അഘോരിക്ക് ഉള്ളത്. 1901 സെൻസസ് അനുസരിച്ച് 5500 അഘോരികളാണ് ഭാരതത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ സംഖ്യ 15000-ഓളം ആണ്. അത്യധികം നിഗൂഢതയുള്ള സന്യാസ ജീവിതമാണ് ഇവർക്കുള്ളത്. അതുപോലെ തന്നെ അത്യധികം വിശേഷമായ ശക്തികളും ഇവർക്കുണ്ട് എന്ന് പറയുന്നു. ആരുടെയും ഭാവിയും ഭൂതവും എല്ലാം അറിയാനുള്ള വിവരം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. പക്ഷേ ഈ സന്യാസിമാർ ആരെയും അനുഗ്രഹിക്കാറില്ല. ഭൈരവ പൂജയ്ക്കോ കാളി പൂജയ്ക്കോ സാന്നിധ്യം വഹിക്കാനല്ലാതെ പരസ്യമായി സമൂഹ മധ്യത്തിൽ ഇക്കൂട്ടർ വരാറുമില്ല. അഘോരികൾ മൃഗബലി, സുരപാനം, ബാങ്കപാനം, രക്തപാനം, ശവശരീര മാംസം ഭക്ഷിക്കുക എന്നിവ ചെയ്യുന്നവരാണ്. എന്നാൽ ഇത്തരം പ്രവൃത്തികൾ ഇവർ ചെയ്യുന്നത് നമ്മളൊന്നും കരുതുന്നത് പോലെ അല്ല എന്നതാണ് സത്യം. ഇതൊക്കെ സാധനയുടെ ഭാഗമായി ഇവർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയെല്ലാം ചെയ്യാൻ വളരെ ചെറിയ അളവ് മാത്രം മതി. അതല്ലാതെ വലിച്ചുവാരി തിന്നുന്നു എന്നുള്ള വിചാരം നമ്മൾക്ക് പലർക്കും ഉള്ളത് വെറും അന്ധവിശ്വാസം മാത്രമാണ്. ആചാരങ്ങൾ നാമമാത്രമായി ചെയ്യാൻ ഇന്ദ്രിയങ്ങളെ വരുതിയിൽ നിർത്തുന്നവർക്ക് എന്താണ് പ്രയാസമുള്ളത്? ഒരു അഘോരിയുടെ ആയുസ്സിൽ 3-4 തവണ മാത്രമേ ഇത്തരം ശ്മശാന ഭക്ഷണമോ രക്തപാനമോ ഉണ്ടാകുന്നുള്ളൂ. എന്നാൽ ശ്മശാന ഭൂമിയിലിരുന്ന് ഭക്ഷിച്ച് ഷോ കാണിക്കുന്നവർ യഥാർത്ഥ അഘോരികൾ അല്ല. നാഗസന്യാസിമാർക്ക് ഇത്തരം ശ്മശാന പൂജകളോ ആഹരണ രീതികളോ ഇല്ല. ഇവർ സസ്യബുക്കുകളുമാണ്. അഘോരികൾ മൃതദേഹങ്ങളുമായി ക്രീഡ നടത്താറുണ്ട് എന്നതും വെറുമൊരു കെട്ടുകഥ മാത്രം. ബ്രഹ്മചര്യത്തിന്റെ ഉയർന്ന രൂപമായ മനബ്രഹ്മചര്യം പാലിക്കുന്നവരാണ് അഘോരികൾ.
അതായത് ക്രീഡ എന്ന വിചാരം ഇവരുടെ മനസ്സിൽ പോലും ഉണ്ടാകാറില്ല എന്നതാണ് സത്യം. നാഗസന്യാസികൾക്കും ബ്രഹ്മചര്യം പാലിച്ചാൽ മാത്രമേ അഖാഡകളിലും കൂട്ടത്തിലും സ്ഥാനമുണ്ടാകുകയുള്ളൂ. ചിലപ്പോൾ നാം കാണുന്ന അഘോരികളും നാഗസന്യാസിമാരും യഥാർത്ഥത്തിൽ സന്യാസികൾ ആകണമെന്നില്ല. പല കാരണങ്ങളാൽ അല്ലെങ്കിൽ ഇത്തരം മനഃശുദ്ധിയോ വ്രതശുദ്ധിയോ പാലിക്കാനാകാത്തതിനാൽ പകുതി വഴിയെത്ത് തിരിച്ചു പോന്നവരും ആകാം. അർത്ഥവിരാമം സംഭവിച്ച സന്യാസികളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ സന്യാസിമാരെ വിമർശിക്കുന്നതിനുള്ള ലൈസൻസായി ഇത്തരം പ്രവൃത്തികളെ കാണാൻ സാധിക്കില്ല. ഹൈന്ദവധർമ്മത്തിന്റെ സനാതന മൂല്യത്തിന്റെ യഥാർത്ഥ മൂല്യവും സംസ്കാരവും നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകും.